ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കും നിപ സ്ഥിരീകരിച്ചു. 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ 345 പേരുള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. മരിച്ച മങ്കട സ്വദേശിയുടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളാണ് പോസിറ്റീവ്. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായതോടെ സാമ്പിൾ പൂനെയിലേക്ക് അയക്കുകയായിരുന്നു. യുവതിയെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഉൾപ്പെടെ 3 ജീവനക്കാർ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ മാസം 28-നാണ് അതീവ ഗുരുതരാവസ്ഥയിൽ 18-കാരിയെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ എത്തിച്ചത്. 1-ാം തീയതി യുവതി മരിച്ചു. നിപ ബാധിച്ച് ചികിത്സയിലുള്ള പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കുടുംബാംഗങ്ങളെ അടക്കം ഐസൊലേറ്റ് ചെയ്തു. ഇവരുടെ വീടിന്റെ പരിസരത്ത് വവ്വാലുകളുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ. നിലവില് ആശങ്കയാണ് ആ പ്രദേശത്തുള്ളത്. ഈ ആശങ്ക സൃഷ്ടിക്കാൻ നമ്മൾ പറയപ്പെടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനു ചുറ്റുമായി ആയിരക്കണക്കിന് വവ്വാലുകൾ താമസിച്ചു വരുന്ന ഒരു ഏരിയ വവ്വാലുകളുണ്ട്. നിപ സമ്പർക്ക പട്ടികയിൽ സംസ്ഥാനത്ത് 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട ആശങ്കയകറ്റാൻ സ്റ്റേറ്റ് കൺട്രോൾ റൂമും ജില്ലാ കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചു. 24 പാലക്കാട്, കോഴിക്കോട്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുഴുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, ഇപ്പോൾ ഒരു മരണം കൂടി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് അത് പുനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് അതിൽ അന്തിമമായി സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ ഇത് നിപ ആണ് എന്ന പ്രാഥമിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികളൊക്കെ ആ മേഖലയിൽ തുടങ്ങിയിരുന്നു. എന്താണ് ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ, അവിടുത്തെ നിയന്ത്രണങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ, വിവരങ്ങൾ, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സമീർ? വിജയകുമാർ, നിലവിൽ മലപ്പുറം ജില്ലയിൽ ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മങ്കട എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്നുള്ള വാർഡുകളാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട മക്കരപ്പറമ്പ് പഞ്ചായത്തുകളിൽ 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. മക്കരപ്പറമ്പിൽ 1 മുതൽ 13 വരെ വാർഡുകളും, കൂട്ടിലങ്ങാടിയിൽ 11 മുതൽ 15 വരെ വാർഡുകളും, മങ്കട പഞ്ചായത്തിൽ 14-ാം വാർഡും, കുറുവ പഞ്ചായത്തിൽ 2, 3, 5, 6 വാർഡുകളുമാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന വാർഡുകൾ എന്നുള്ളതാണ്. പ്രധാനമായും ഈ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നു. മാത്രമല്ല, വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകൾ കൂടിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ ട്യൂഷൻ ക്ലാസുകൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ മാസ്ക് ധരിച്ച് മാത്രമേ വിദ്യാർത്ഥികളെ വരാൻ പാടുള്ളൂ തുടങ്ങിയ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തി. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ മങ്കട സ്വദേശിനിയായിരിക്കുന്ന യുവതി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിക്കുന്നത്. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഈ നിപ സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ജില്ലയുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗമൊക്കെ ഇന്ന് നടന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഏതാണ്ട് ഒരു 2-3 ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് മലപ്പുറം ജില്ലയിലാണെങ്കിൽ മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരിക്കുന്നത്. 3 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം വേണം എന്നാണ് ആരോഗ്യവകുപ്പ് ഇന്നത്തെ യോഗത്തിന് ശേഷം അറിയിച്ചത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തുനിന്ന്. നമ്മൾ ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തുകയാണ്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് UDF-ഉം BJP. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പകൽ മുഴുവൻ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള BJP മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ MLA ഓഫീസിലേക്ക് കോൺഗ്രസും BJPയും പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂരിൽ DMO ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ, സർക്കാരില്ലായ്മ. മന്ത്രി രാജിവെക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ഇതൊരു സാധാരണ മരണമല്ല, ഒരു ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഒരു കേസുമാണ്, കുറ്റകരമായ അനാസ്ഥയുടെ ഒരു കേസാണ്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ കൂട്ടി. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അതേസമയം പ്രതിഷേധം കനക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധമൊരുക്കുകയാണ് CPIMും മന്ത്രിമാരും. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മന്ത്രിക്ക് പാർട്ടിയും സർക്കാരും സംരക്ഷണ കവചം തീർക്കുന്നത്. വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം CPIM തള്ളി. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് മന്ത്രിമാരും കൂട്ടത്തോടെ രംഗത്ത്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ്. വ്യക്തിപരമായ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് CPIMനുണ്ടെന്നും പ്രതികരണങ്ങൾ. ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ CPMനുണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിലും രക്ഷാദൌത്യത്തിലും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഉന്നതത്തിനകത്ത് കയറി വരാൻ കഴിയുന്നില്ല. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊഴിച്ചാണ് നിർത്തിവെക്കാൻ പറയുക. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടില്ല. ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിനെ കണ്ണീരോടെ വിട ചൊല്ലി നാട്. തലയോലപ്പറമ്പ് ഉമാങ്കുന്നിൽ സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങ്. 100 കണക്കിന് ആളുകളാണ് ബിന്ദുവിനെ അവസാനമായി കാണാൻ വീട്ടിലേക്ക് എത്തിയത്. ബിന്ദുവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയോലപ്പറമ്പ് ഉമാങ്കുന്നിലെ കുഞ്ഞുവീട്ടിൽ കണ്ണീര് തോരാത്ത മണിക്കൂറുകൾ. ബിന്ദുവിന്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്ന മക്കൾ. നവനീതിനെയും അനുജത്തി നവമിയെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ നാടിന്റെ ആകെ തേങ്ങൽ. നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തിയത്. ബിന്ദുവിനെയും കുടുംബത്തെയും നേരിട്ടറിയുന്നവരും അല്ലാത്തവരുമായി നിരവധി പേർ. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സഹോദരിയുടെ വീടിന് സമീപമാണ് ബിന്ദുവിന് ചിതയൊരുക്കിയത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തര രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയായിരുന്നു ബിന്ദു. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ബാക്കിയാക്കിയാണ് ഈ മടക്കം. ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്തു പിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. തലയോലപ്പറമ്പിൽ നിന്ന് ക്യാമറമാൻ അനന്തുബി നായറിനൊപ്പം നിതിൻ അംബുജൻ, 24.
കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറി. മന്ത്രി VN വാസവൻ തലയോലപ്പറമ്പിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അടിയന്തര ധനസഹായം കൈമാറിയത്. നവമിയുടെ തുടർ ചികിത്സ ഉൾപ്പെടെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന കുടുംബത്തിന്റെ പരാതിക്കും വിമർശനങ്ങൾക്കുമിടയിലാണ് മന്ത്രി VN വാസവനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ തലയോലപ്പറമ്പിലെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറിയത്. മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്നുള്ള 50,000 രൂപയാണ് അടിയന്തര ധനസഹായം. 4 കാര്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയാണ് പ്രധാന ആവശ്യം. ചികിത്സ പൂർണ്ണമായും സർക്കാർ സൗജന്യമായി ഉറപ്പാക്കും. മകന് താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചു. സ്ഥിരജോലി സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും. ധനസഹായത്തിൽ ഈ മാസം 11-ന് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഇന്ന് ഞങ്ങൾ ചെയ്തത് അവരുടെ ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പോൾ ചെയ്തത്. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ 24-നോട്. അത് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയുണ്ട്, വിശ്വാസമാണ് തരുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ മന്ത്രി എങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് തന്നെ അത് മുന്നോട്ട് പോവുക. രക്ഷാപ്രവർത്തനത്തിൽ ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ലെന്നും അപകടം നടന്ന ഉടനെ JCB കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരുന്നതായും മന്ത്രി VN വാസവൻ ആവർത്തിച്ചു. മന്ത്രി വിഷയം വഴിതിരിച്ചുവിടുന്നുവെന്ന് BJP നേതാവ് V മുരളീധരൻ. ഞാൻ മനസ്സിലാക്കുന്നത് വാസവൻ മന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം ഈ വിഷയത്തെ മുഴുവൻ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാറിനെ ആളുകൾ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയകുമാറിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ജയകുമാറിന്റെ അല്ല ഈ വീഴ്ച. ഫോണിൽ വിളിച്ച ബിന്ദുവിന്റെ കുടുംബത്തോട് ദുഃഖം രേഖപ്പെടുത്തിയ മന്ത്രി വീണ ജോർജ് 2 ദിവസത്തിനകം കുടുംബത്തെ സന്ദർശിക്കും. 24 കോട്ടയം. അതേസമയം അപകടത്തിൽ ബിന്ദുവിനായുള്ള തിരച്ചിൽ ആരംഭിച്ചത് ചാണ്ടിയുമ്മൻ MLA ചോദ്യം ചെയ്തതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ല എന്ന് ഭർത്താവും മകളും ചാണ്ടിയുമ്മനോട് പറയുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ മന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് ദുഃഖം രേഖപ്പെടുത്തി. ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. പല വഴിക്കാൻ നോക്കണം. അപ്പം ഞാൻ ഇവിടെ പല വഴിക്ക് നോക്കി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ചീട്ടും വീട്ടിൽ മുന്നോട്ട് വരുമായിരുന്നു. അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെത്തിയ ചാണ്ടിയൂമ്മനോട് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും മകൾ നവമിയും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ബിന്ദുവിനെ കാണാനില്ലെന്ന് കുടുംബം അറിയിച്ചതിന് പിന്നാലെ തിരച്ചിൽ വൈകിയതിന് ജീവനക്കാരോട് ചാണ്ടിയൂമ്മൻ ക്ഷോഭിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്ന് ബിന്ദുവിന്റെ കുടുംബം ആവർത്തിച്ചു. ആശ്വാസവാക്കുമായി ആരോഗ്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ വന്നില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് വിശ്രുതനെ ആരോഗ്യമന്ത്രി ഫോണിൽ വിളിച്ചത്. 2 ദിവസത്തിനകം വീട്ടിലെത്താമെന്ന് മന്ത്രി. സഹായത്തിന്റെ കാര്യമൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവർ തീരുമാനിച്ചുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മുടെ കാര്യം ഇനി പറയും. ഈ കുടുംബത്തിനെ ചേർത്ത് നിർത്തുമെന്ന് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് മേളിലോട്ട് സംസാരിക്കണ്ടല്ലോ. കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവരടുത്തും പറയും. ഫോൺ കോളിനകത്ത് പ്രതീക്ഷയുണ്ട്. അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാർ സഹായം നൽകിയില്ലെങ്കിൽ കുടുംബത്തെ UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വളരെ പാവപ്പെട്ട വീട് പണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ് ഞങ്ങൾ. അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ ധനസഹായവും നൽകി. 24 കോട്ടയം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും വീഴ്ചയെന്ന ആരോപണം. ആംബുലൻസിലെത്തിച്ച രോഗിക്ക് ഇന്നലെ വൈകുന്നേരം അരമണിക്കൂറോളം ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ആരോപണം. രോഗികളുമായി 2 ആംബുലൻസുകൾ ആശുപത്രിക്ക് മുന്നിൽ കാത്തുകിടക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ തന്നെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്.
ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ 2 ആംബുലൻസുകളിലെത്തിയ രോഗികൾക്കാണ് ചികിത്സ ലഭിക്കാതെ പോയത്. അരമണിക്കൂറോളം അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികൾക്ക് കാത്തുകിടക്കേണ്ടി വന്നു. ഡ്രൈവർ ഉൾപ്പെടെ പലകുറി ആശുപത്രി ജീവനക്കാരെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാം മുറ പോലെ നടക്കുമെന്നായിരുന്നു മറുപടി. നമ്മളവിടെ ഒരു 10 മിനിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ പോയി പറഞ്ഞിട്ടടക്കം ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതായത് പേഷ്യൻറ്റിനെ വണ്ടിക്കകത്ത് കയറ്റി, അത് ഒരു വണ്ടി മാത്രമല്ല, എൻ്റെ വണ്ടിക്ക് അപ്പുറത്ത് വേറെ വണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യൻ്റ് ഇറക്കാൻ വേണ്ടിയിട്ട്. അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ വേറെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് വേറെ സജ്ജീകരണം ഉണ്ടാക്കണ്ടേ, അതിലെന്നെ ശരി. ആംബുലൻസിലെത്തിയ രോഗികൾക്ക് ചികിത്സ വൈകിയതിന്റെ ദൃശ്യങ്ങൾ ഡ്രൈവർ പ്രണവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതോടെ നിരവധി പേരാണ് തങ്ങൾക്കും സമാന അനുഭവമുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. കുന്നംകുളം പന്നിത്തടത്ത് അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവർക്ക് ഇന്നലെ ചികിത്സ വൈകിയിരുന്നു. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നതായിരുന്നു അധികൃതരുടെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് വീണ്ടും പരാതി ഉയർന്നത്. 24 തൃശൂർ. തുടർ ചികിത്സകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അമേരിക്കയിലേക്ക് പോകും. പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലെത്തുന്ന മുഖ്യമന്ത്രി അവിടെ നിന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ. 7 ദിവസം ചികിത്സയ്ക്കും 2 ദിവസം യാത്രയ്ക്കും എന്ന രീതിയിലാണ് വിദേശ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. വിദേശ ചികിത്സയ്ക്ക് പോകുന്ന കാര്യം ഗവർണറെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ആർക്കും പകരം ചുമതല നൽകിയിട്ടില്ല. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. വൈകുന്നേരം 7 മണിയോടെയാണ് പുലി ജനവാസ മേഖലയിലെത്തിയത്. പുലി ഒരു മൃഗത്തെ കടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അല്പസമയത്തിനകം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, ഇത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണല്ലേ? വിജയകുമാർ, നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് മണ്ണാർമലയിൽ ജനവാസ മേഖലയിൽ പുലി എത്തിയിരിക്കുന്നത്. ഒരു നായ പോലെയുള്ള ഒരു ജീവിയെ പുലി കടിച്ചുകൊണ്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി മണ്ണാർമലയിൽ ഈ പുലിയുടെ ശല്യം രൂക്ഷമാണ്. വനം വകുപ്പ് ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ പല ഘട്ടങ്ങളിലായി നാട്ടുകാർ ഈ പുലിശല്യം രൂക്ഷമായതോടു കൂടിയാണ് സ്വന്തമായി ക്യാമറ സ്വന്തം ചെലവിൽ തന്നെ സ്ഥാപിച്ചത്. അങ്ങനെ ഈ പലയിടങ്ങളിലായി നാട്ടുകാർ ഈ ക്യാമറ സ്ഥാപിച്ചതോടു കൂടിയാണ് പുലി പല സമയങ്ങളിലായി ഈ ക്യാമറ കണ്ണുകളിൽ പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുലിയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണ്ണാർമല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് പുലി നിരന്തരമായി വന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മണ്ണാർമലയിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് എത്തിയ പുലിയുടെ ദൃശ്യമാണ് ഇത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സമാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വനം വകുപ്പ് കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇതുവഴി സഞ്ചരിക്കുന്ന വഴിയാത്രക്കാരടക്കം പുലിയെ നേരിട്ട് കണ്ടിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ജനവാസ മേഖലയിൽ ഈ പുലി ഇങ്ങനെ തുടരുന്നു എന്നത് വലിയ ആശങ്ക നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടെയാണ് അത് വീണ്ടും ജനവാസ മേഖലയിൽ വരുന്നു. അവിടെ നിന്ന് എന്തോ ഒരു ജീവിയെ, വളർത്തുമൃഗമാണോ അതോ വല്ല നായയാണോ ഒന്നിനോ കടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ഈ നാട്ടുകാർ സ്ഥാപിച്ച ഈ ക്യാമറയിൽ പതിയുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ആശങ്ക കൂടും, ഭയം കൂടും. വനം വകുപ്പ് എന്തെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ടതല്ലേ അവിടെ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. നേരത്തെ വനം വകുപ്പ് ഒരു കൂട് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ കാളികാവിലുള്ള നരഭൂജി കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമം ഈ കഴിഞ്ഞ കുറെ ദിവസമായി ഈ വനം വകുപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ കൂടുതൽ ശ്രദ്ധയും പോകുന്നത് ആ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഡിവിഷന്റെ പരിധിയിൽ തന്നെയാണ് ഈ ഇപ്പോഴുള്ള ഈ മണ്ണാർമലയും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണാർമല ഭാഗത്തേക്ക് കാര്യമായ ശ്രദ്ധ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കിട്ടാത്തതാണ് ഈ പുലിയെ പിടികൂടാനാവാത്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നത്. പല കുറി നാട്ടുകാർ പറഞ്ഞതാണ് ഈ വനം വകുപ്പ് നിലവിൽ ഏക കൂട് മാത്രമാണ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ കൂട് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വനം വകുപ്പ് കാര്യമായ നടപടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും നാട്ടുകാർ കൂട് മാറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്ന ഭാഗത്ത് നാട്ടുകാർ സ്വന്തമായി ക്യാമറ സ്ഥാപിച്ചു. ആ ഭാഗത്തുള്ള ക്യാമറയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതങ്ങനെയെങ്കിൽ നാട്ടുകാർ പറഞ്ഞ ഭാഗത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. അത് ആ പരിസരത്തുണ്ട്, അതവിടെ ആ പരിസരത്തുണ്ട്, ജനവാസ മേഖലയിലുണ്ട്, അതവിടെ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സമീർ, ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു എന്നത്. ഉച്ചക്കുളം ഉന്നതിയിലെ അരുണിനാണ് പരിക്കേറ്റത്. അരുണ് ബൈക്കിൽ പോകുന്നതിടെ ആന ആക്രമിക്കുകയായിരുന്നു. അരുണിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില എങ്ങനെ എന്നതടക്കം നമുക്ക്
പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ടാണ് അവിടെ ഈ മൂത്തെടുത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റത്. സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം അംഗീകരിക്കാതെ ഹൈക്കോടതി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി VC-യോട് ആവശ്യപ്പെട്ടു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിലും കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലും ഗവർണർക്കെതിരെ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നടപടി. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഡോക്ടർ KS അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. വൈസ് ചാൻസലറോട് തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. കേസ് പരിഗണിച്ചപ്പോൾ ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അത് കൃത്യമായി അറിയണമെന്നും ആ ഫോട്ടോ വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കോടതി ചോദിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ എന്നും കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ ചോദ്യം ഉന്നയിച്ചു. നേരത്തെ നിശ്ചയിച്ച പരിപാടി റദ്ദാക്കിയത് എന്തിനെന്നറിയണം. കേരള സർവകലാശാലയിൽ താൽക്കാലിക VC-യായി ചുമതലയേറ്റ സിസ തോമസിനെതിരെ ഇന്നും SFI പ്രതിഷേധമുണ്ടായി. സിസ തോമസ് സർവകലാശാലയിലേക്ക് എത്തിയാൽ ഇനിയും പ്രതിഷേധിക്കുമെന്നും SFI പറഞ്ഞു. 24 കൊച്ചി. ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകി. ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് പാഠപുസ്തകം അംഗീകരിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരം വിശദീകരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ച ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് അംഗീകാരം. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണർ വിഷയമാകുന്നത്. ഗവർണർക്കുള്ള അധികാരം, അധികാര പരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾക്ക് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളിലാണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചാകണമെന്ന് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കും. അതിനിടെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗവർണർക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനുമെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി. സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് VC-യുടെ ലക്ഷ്യമെന്ന് എഡിറ്റോറിയലിൽ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ജൂലൈ 5-ന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ഭീതിയിലാണ് ലോകം. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം നിരവധി വിമാനയാത്രകൾ റദ്ദാക്കപ്പെട്ടു. തത്സുകിയുടെ പ്രവചനം മൂലം ജപ്പാന് $3.9 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രവചനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ജപ്പാനീസ് മാംഗ കലാകാരിയാണ് റിയോ തത്സുഗി. 70-കാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാംഗ അഥവാ ഗ്രാഫിക് ഇല്ലസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തയായത്. 1975-ൽ മാംഗ കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തത്സുഗി 1980 മുതലാണ് പ്രവചനാത്മക സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ 1999-ൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാംഗ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും 2011-ലെ ജപ്പാനിലെ തോഹൂഗു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഗി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. 2021-ൽ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴാണ് 2025 ജൂലൈ 5-ന് രാവിലെ 4:18-ന് ജപ്പാന്റെ തെക്കുഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടാകുമെന്നും അത് 2011-ലെ സുനാമിയേക്കാൾ ഭീതിദയമായിരിക്കുമെന്നും തത്സുഗി പ്രവചിച്ചത്. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു. ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെയും കോബെ ഭൂകമ്പവും മരണങ്ങളും COVID-19 മഹാമാരിയും തത്സുഗി പ്രവചിച്ചുവെന്ന് അവകാശവാദങ്ങളുണ്ട്. നാളെ രാവിലെ 4:18-ന് ജപ്പാനിൽ സുനാമി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്സുഗിയുടെ പ്രവചനം മൂലം ഇതിനകം തന്നെ ജപ്പാനിൽ ധനനഷ്ടത്തിന്റെ സുനാമി ഉണ്ടായിക്കഴിഞ്ഞുവെന്നതാണ് വാസ്തവം. റിസർച്ച് ഡെസ്ക് 24. മലപ്പുറം മുത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. ഉച്ചക്കുളം ഉന്നതിയിലെ അരുണിനാണ് പരിക്കേറ്റത്. ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം. സമീർ ബിൻ കരീം ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. സമീർ, ഒരാൾക്കുള്ള 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുതിയ വിവരം, അല്ലേ?
വിജയകുമാർ 2 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് 6 മണിയോട് കൂടെ ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചക്കുളം നഗറിലെ അരുൺ എന്ന് പറയുന്ന 24-കാരനും സുധീഷ് എന്ന് പറയുന്ന 23-കാരനുമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ ഊരിലേക്ക് ഈ ബൈക്കിൽ വരികയായിരുന്നു. ആ സമയത്താണ് ഈ മരത്തിന് മറവിലുണ്ടായിരുന്ന കാട്ടാന ആക്രമിച്ചത് എന്നുള്ളതാണ് അരുൺ വ്യക്തമാക്കുന്നത്. അരുണിനെ ഇവർ സഞ്ചരിച്ച ബൈക്ക് കാട്ടാന മറിച്ചിടുകയായിരുന്നു. അരുണിന് കാലിനും കയ്യിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ വനപാലകരാണ് ഇരുവരെയും എടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നേരത്തെ കാട്ടാനാക്രമണത്തിൽ മൂത്തേടത്ത് കൊല്ലപ്പെട്ട സരോജിനിയുടെ മകളുടെ ഭർത്താവാണ് ഇപ്പോൾ ഈ കാട്ടാനാക്രമണം നേരിട്ട അരുൺ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിജയകുമാർ, ഇവരുടെ പരിക്ക് ഗുരുതരമാണോ സമീർ? നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എന്താണ്, എത്രത്തോളം പരിക്ക്? ഇപ്പോൾ കൈയൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു. ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ആശുപത്രിയിൽ നിന്ന് എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഇവരുടെ കൈയിനും കാലിനുമാണ് പരിക്കുള്ളത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അത് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല, പക്ഷേ സാരമായ പരിക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വിജയകുമാർ, യെസ്, 2 പേർക്ക് ഉച്ചക്കുളം ഉന്നതിയിലെ 2 യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ഇവർ ബൈക്കിൽ പോകുന്നതിനിടെ ആനയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സാരമായ പരിക്കുണ്ട്, പക്ഷേ അവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഗുരുതരമല്ല എന്നാണ് സമീർ ബിൻ കരീം നൽകുന്ന റിപ്പോർട്ട്. മലപ്പുറത്തു തൃശൂർ ആളൂർ കൊമ്പടിഞ്ഞമാക്കലിൽ വൻ തീപിടുത്തം. തോംസൺ മെഡിക്കൽസിലെ കോഴികൾക്കുള്ള വാക്സിൻ സൂക്ഷിക്കുന്ന ഗോഡൌണിന് തീപിടിച്ചു എന്നാണ് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. ഇന്ന് 9 മണിയോടുകൂടിയാണ് ഈ കോഴികളുടെ വാക്സിനും മറ്റും സൂക്ഷിക്കുന്ന ഈ ഗോഡൌണ് തീ പിടിക്കുന്നത്. കൊമ്പിടിഞ്ഞാമക്കലിലെ തോംസൺ മെഡിക്കൽസ് എന്ന ഗോഡൌണിനാണ് തീ പിടിച്ചത്. ഇന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്ന മരുന്നുകളും അതോടൊപ്പം തന്നെ കോഴികളുടെ വാക്സിനും കത്തി നശിച്ചു. വലിയ രീതിയിൽ തീ ആളിപ്പടർന്നതോടുകൂടി ആദ്യഘട്ടത്തിലെത്തിയ യൂണിറ്റിന് തീ അണയ്ക്കാൻ സാധിച്ചില്ല. ഇതോടുകൂടിയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ തീ അണച്ചത്. എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പക്ഷെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ KSEB എത്തി വൈദ്യുത ബന്ധമടക്കം വിച്ഛേദിച്ച് ഇനി തീ പടരാതിരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. വിജയകുമാർ, യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് ചൈന സഹായം നൽകിയെന്ന് വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം. DGMO തല ചർച്ച നടക്കുമ്പോഴും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നുവെന്ന് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറഞ്ഞു. ഇതാദ്യമായാണ് വിഷയത്തിലെ ചൈനയുടെ പങ്ക് സൈന്യം വെളിപ്പെടുത്തുന്നത്. ഡൽഹിയിൽ നടന്ന ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജി എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുള്ള പാക് ആക്രമണങ്ങളിൽ ചൈനയുടെ പങ്ക് കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വെളിപ്പെടുത്തിയത്. പാകിസ്ഥാന് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ചൈന നൽകി. പാകിസ്ഥാന്റെ 81% സൈനികായുധങ്ങളും ചൈനീസ് നിർമ്മിതം. സംഘർഷത്തെ ആയുധ പരീക്ഷണത്തിനായി ചൈന ഉപയോഗിച്ചു. ഓപ്പറേഷൻ സിന്ധൂറിനിടെ 3 എതിരാളികളുമായായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. പാകിസ്ഥാൻ മുന്നിൽ. എല്ലാ പിന്തുണയും നൽകി ചൈനയും തുർക്കിയും. Firstly, one border, 2 adversaries. So we saw Pakistan one side, but adversaries were 2, and if I would say actually 4 or 3 actually. So Pakistan was the front face. We had China providing all possible support, and it's no surprise because if you were to look at statistics, ഇനിയൊരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയിലെ ജനവാസ മേഖലയായിരിക്കും പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും കരസേന ഉപമേധാവി പറഞ്ഞു. 24 ഡൽഹി. പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ദലൈലാമയ്ക്കാണെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചൈന. ടിബറ്റൻ മതനിയമങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞു. ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വൈകാരിക വശം ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നാണ് കരുതുന്നതെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു.
അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ പ്രഖ്യാപിച്ചു. AIADMK സഖ്യത്തിലേക്കുള്ള BJPയുടെ ക്ഷണം വിജയ് തള്ളി. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയാണ് എന്നും വിമർശനം. தமிழக வெற்றி கழகம் தலைமையில் அமையும் கூட்டணி எப்போதும் திமுக மற்றும் பாஜகவுக்கு எதிரானதாகத்தான் இருக்கும் என்பதையும் അതിൽ സമരസം എன்ற പേച്ചുക്ക് ഇടമില്ല എന്നതും അഭ്യൂഹങ്ങൾക്കിട നൽകാതെ വിജയ് പ്രഖ്യാപിച്ചു. DMKയുമായോ BJPയുമായോ ഒരു സഖ്യത്തിനുമില്ല. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു ധാരണയും ഉണ്ടാക്കില്ല. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നുവെന്ന് വിമർശനം. TVK എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിജയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. മക്കളെ മതരീതിയാക പിളവുപടുത്തി மக்களிடையே வேற்றுமையை விதைத்து அதில் குளிர்காய நினைக்கிறது பாஜக. அவர்களின் இந்த விஷமத்தனமான வேலைகள் வேறு எங்கு வேண்டுமானாலும் எடுபடலாம், ஆனால் தமிழகத்தில் ஒருபோதும் எடுபடாது. நம் தமிழக வெற்றி கழகம். DMKയെയും വിജയ് കടന്നാക്രമിച്ചു. പരന്തൂർ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്നവരെ സർക്കാർ മനുഷ്യരായി കാണുന്നില്ല. ഇവരെ കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമരം ചെയ്യും. கொள்கை எதிரிகள் மற்றும் பிளவுவாத சக்திகளுடன் என்றைக்கும் நேரடியாகவோ மறைமுகமாகவோ கூட்டணி இல்லை என்பதில் தமிழக வெற்றி கழகம் மிக உறுதியாக இருக்கிறது. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയ് സംസ്ഥാന പര്യടനം നടത്തും. AIADMKയുമായി അകൽച്ചയില്ലെങ്കിലും BJPയുമായി അവർ കൈകോർത്തതോടെയാണ് വിജയ് കന്നിപ്പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. 24 ചെന്നൈ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. തുടർച്ചയായി 3 തവണ MLA-മാരായവർ മത്സരിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ നടപ്പാക്കാനാണ് ആലോചന. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചേക്കും. ടേം വ്യവസ്ഥ നടപ്പാക്കിയാൽ നിരവധി പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ് 24-നോട് പറഞ്ഞു. ഇടതു പാർട്ടികളുടെ മാതൃക പിന്തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം വ്യവസ്ഥ നടപ്പിലാക്കാനാണ് മുസ്ലിം ലീഗ് ആലോചന. വ്യവസ്ഥ നടപ്പായാൽ KPA മജീദ്, മഞ്ഞളാം കുഴിയലി, PK ബഷീർ തുടങ്ങി പല MLA-മാർക്കും ഇത്തവണ അവസരം നഷ്ടമാകും. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ടാകും. 1-2 തവണ മത്സരിച്ച് വിജയിച്ചവർ അതേ മണ്ഡലത്തിൽ തന്നെ തുടർന്നേക്കും. ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതോടെ യുവാക്കൾക്കടക്കം കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് 24-നോട് പറഞ്ഞു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ ചില അനിവാര്യമായിട്ടുള്ള ആളുകളുണ്ടാവും, എക്സ്പീരിയൻസും ഉള്ള ആളുകളെയും വേണ്ടി വരും. അപ്പോൾ രണ്ടും ചേർത്തുകൊണ്ടുള്ളൊരു പട്ടികയായിരിക്കും പാർട്ടി തയ്യാറാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതുമുഖങ്ങളും യുവാക്കളും ഒക്കെ ഇത്തവണയും ആ രീതിയിലുള്ള ഒരു പരിഗണന പാർട്ടി തീർച്ചയായും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ഇത്തവണ UDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യവും സജീവ പരിഗണനയിലാണ്. ചില നേതാക്കൾക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. UDF-ൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ വേണം. എല്ലാ ജില്ലകളിലും സീറ്റുകൾ ഉറപ്പാക്കണം. 3 ടേം വ്യവസ്ഥ നടപ്പാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ അത് ചരിത്രം. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ ലഹരി സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. മൂവാറ്റുപുഴ കോടതിയിൽ നിന്നാണ് അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ച് ഡൽഹിയിലേക്ക് അയച്ചത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെയും കേസിൽ NCB അറസ്റ്റ് ചെയ്തു. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 4 ആയതിന് പിന്നാലെയാണ് പ്രതികളിൽ ഒരാൾ വനിതയാണ് എന്ന വിവരം പുറത്തുവരുന്നത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെയാണ് NCB അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിൽ വെച്ചായിരുന്നു ലഹരി ഇടപാടുകളുടെ മീറ്റിംഗുകൾ നടന്നിരുന്നത്. ഇതിനു പുറമെ അറസ്റ്റിലായ 4 പ്രതികൾക്കും ഇതേ റിസോർട്ടിൽ ഓഹരി പങ്കാളിത്തവുമുണ്ട്. കേസിൽ പിടികൂടിയ ലഹരി വസ്തുക്കളുടെ സാമ്പിളുകൾ മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. ഡൽഹിയിലേക്ക് രാസപരിശോധനയ്ക്ക് അയക്കുന്നതിനായാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഉടൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. S. ശ്യാംകുമാർ, 24 കൊച്ചി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചലിൽ മരിച്ചവരുടെ എണ്ണം 69ആയി. 37 പേരെ കാണാനില്ല. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമാണ് ഹിമാചലിൽ നാശം വിതച്ചത്. ഇതുവരെ 69 പേർ മരിച്ചു. 37 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 110 പേർക്ക് പരിക്കേറ്റു. മാണ്ഡി ജില്ലയിലാണ് കൂടുതൽ കെടുതി.
11 പേർക്ക് മണ്ടിയിൽ മാത്രം ജീവൻ നഷ്ടമായി. ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്ത് 700 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിലയിരുത്തൽ. ഭാഗികമായി തകർന്നതിനെ തുടർന്ന് 250 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 500-ലധികം വൈദ്യുതി പോസ്റ്റുകളും 700 കുടിവെള്ള പൈപ്പ് ലൈനിനും കേടുപാട് പറ്റി. സംസ്ഥാനത്ത് 14 ഇടങ്ങളിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ജൂലൈ 7 വരെ ഓറഞ്ച് അലർട്ടാണ്. 69 जो लोग हैं वो अपनी जान गंवा चुके हैं. 37 के करीब लोग हमारे मिसिंग है. 110 लोग जो अभी घायल हुए हैं और तकरीबन 700 करोड़ रुपए का नुकसान हो चुका है. മഴക്കെടുതി നേരിടുന്ന ഗുജറാത്ത്, ഹിമാചൽ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ സംസാരിച്ചു. കൂടുതൽ ദുരന്ത നിവാരണ സേനാംഗങ്ങളെ അയച്ചെന്നും എല്ലാ സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. 24 ഡൽഹി. തമിഴ്നാട് ഈറോഡിൽ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഈറോഡ് ടൗൺ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിത്യ ആണ് മരിച്ചത്. 2 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ബുധനാഴ്ച വൈകിട്ട് സ്കൂളിന് സമീപമുള്ള റോഡിലായിരുന്നു നടുക്കുന്ന കൊലപാതകം. +2 വിദ്യാർത്ഥിയാണ് ആദിത്യ. രാവിലെ അച്ഛൻ ശിവ മകനെ സ്കൂളിലാക്കിയിരുന്നു. എന്നാൽ വൈകിട്ട് അച്ഛൻ കണ്ടത് മകന്റെ ജീവനറ്റ ശരീരം. ആദിത്യയും ക്ലാസ്സിലെ ചില സുഹൃത്തുക്കളുമായി നേരത്തെ പ്രശ്നങ്ങളുണ്ട്. ക്ലാസ്സിലെ പെൺകുട്ടികളുമായി സംസാരിക്കുന്നതിന് ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി വിദ്യാർത്ഥി വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ബുധനാഴ്ച സ്കൂളിന്റെ പടിവരെ എത്തിയ ആദിത്യ ക്ലാസ്സിൽ കയറിയിരുന്നില്ല. യൂണിഫോം മാറ്റി ബാഗിൽ കരുതിയിരുന്ന ഡ്രസ്സ് ധരിച്ച് കൂട്ടുകാരുമായി പുറത്തേക്ക് പോയി. ഇവരൊക്കെ സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലിരുന്ന് മദ്യപിച്ചതായി പോലീസ് പറയുന്നു. ശേഷമുണ്ടായ വാക്കുതർക്കത്തിനിടെയായിരുന്നു മർദ്ദനവും കൊലപാതകവും. ആദിത്യയുടെ വലത് കണ്ണിന് താഴെ മാത്രമാണ് മുറിവുള്ളത്. എന്താണ് യഥാർത്ഥ മരണകാരണമെന്നറിയാൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം. 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിലെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. 24 ചെന്നൈ. തമിഴ്നാട് തിരുവള്ളൂരിൽ വനിതാ കൗൺസിലറെ ഭർത്താവ് നടുറോഡിൽ കുത്തിക്കൊന്നു. തിരുവനന്തപുരത്തിലെ കൗൺസിലർ ഗോമതിയാണ് മരിച്ചത്. ഭർത്താവ് സ്റ്റീഫൻ രാജ് കീഴടങ്ങി. നടുറോഡിൽ വെച്ചായിരുന്നു സംശയത്തിന്റെ പേരിലുള്ള അരുംകൊല. VCK നേതാവായ ഗോമതിയും സ്റ്റീഫൻ രാജും 10 വർഷം മുമ്പാണ് വിവാഹിതരായത്. 4 മക്കളാണ് ഇവർക്കുള്ളത്. ഗോമതി തന്റെ ആൺസുഹൃത്തിനോട് അമിതമായി സംസാരിക്കുന്നുവെന്ന പേരിൽ ഇരുവരും തമ്മിൽ സ്ഥിരം വഴക്കായിരുന്നു. ഇന്നലെ ഈ സുഹൃത്തുമായി ഗോമതി ജയം നഗറിൽ വെച്ച് സംസാരിക്കുന്നത് സ്റ്റീഫൻ രാജിന്റെ സുഹൃത്തുക്കൾ കണ്ടു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്റ്റീഫൻ രാജ് ഇവിടേക്കെത്തി. ഇയാളെ കണ്ടതോടെ ഗോമതിയുടെ സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ ഗോമതിയും സ്റ്റീഫൻ രാജും തമ്മിൽ വാക്കുതർക്കമായി. അരയിലൊളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് സ്റ്റീഫൻ രാജ് ഭാര്യയെ കുത്തി. ഗോമതി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഗോമതി മരിച്ചെന്ന് മനസ്സിലാക്കിയ ഇയാൾ തിരുനിൻറാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഗോമതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. 24 ചെന്നൈ. കേരളത്തിലെ പ്രശസ്തമായ ട്രാവൽ കമ്പനിയും സോമൻസ് ലെഷർ ടൂർസിൽ ലോകയാത്രയിൽ മൺസൂൺ ധമാക്ക സെയിൽ ആരംഭിച്ചു. സിനിമാ താരവും നർത്തകിയുമായ പാരിസ് ലക്ഷ്മി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ജോസഫ് മാത്യു വിശിഷ്ടാതിഥിയായി എത്തി. ജൂലൈ 4, 5, 6 തീയതികളിലായാണ് ധമാക്ക സെയിൽ. ടൂർ പാക്കേജിൽ വമ്പിച്ച ഓഫറുകളാണ് മൺസൂൺ ധമാക്കയിലൂടെ നൽകുന്നതെന്ന് സോമൻസ് ലെഷർ ടൂർസ് MD MK സോമൻ പറഞ്ഞു. മൺസൂൺ ധമാക്ക എന്നത് ആക്ച്വലി ഞങ്ങൾ എല്ലാ വർഷം ആയിട്ടും, അതായത് ഒരു 15 വർഷമായിട്ട് നടത്തി വരുന്ന ഈ ട്രാവൽ ഉത്സവിൻ്റെ ഒരു ഭാഗമാണ്. ഓണം വരുന്നു, പൂജ അവധി വരുന്നു, ക്രിസ്മസ് വരുന്നു. അപ്പോൾ ആ സമയത്ത് ടൂർ പോകാൻ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വക ടൂറുകൾ അത് എവിടേക്ക് പോലും ആകട്ടെ, ഏതൊരു ഡെസ്റ്റിനേഷനിലും ആകട്ടെ, ഈ 3 ദിവസങ്ങളിൽ വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ദ ലോവസ്റ്റ്, അത് അൺമേജിനബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ എല്ലാവർക്കും ആ ടൂർ ബുക്ക് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുലു ഫ്ലാറ്റ് 50 സെയിലിന്റെ ഭാഗമായുള്ള 42 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് നാളെ മുതൽ. രാവിലെ 8 മണിക്ക് തുറക്കുന്ന ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, കണക്ട് തുടങ്ങിയ ലുലു സ്റ്റോറുകൾ ഇടവേളയില്ലാതെ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിവരെ തുറന്നു പ്രവർത്തിക്കും. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ എന്നിവ ആകർഷകമായ വിലക്കുറവിൽ വാങ്ങാം. എൻഡ് ഓഫ് സീസൺ സെയിലിലൂടെ ലുലു ഫാഷൻ സ്റ്റോറിൽ വിലക്കുറവ് ഈ മാസം 20 വരെ ലഭിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ലാറ്റ് 50യിലൂടെ ലുലു കണക്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും 50% കിഴിവിൽ സ്വന്തമാക്കാം.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.